ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചു പവീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം പറഞ്ഞാൽ ഫസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് കടുകിടുക, ഉലുവ ഒരു ഹാഫ് സ്പൂൺ ഇടുക. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. 2 സവാളയും അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിടുക. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ മാതിരി ആയിരിക്കുമല്ലോ ഫിഷ് കറി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഞാൻ പിന്നെ ഫെനൽ സീഡ് ഒരു ഹാഫ് സ്പൂൺ ഇടണം, ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് എണ്ണയിലൊന്ന് മൂക്കട്ടെ. മൂത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കൊറിയൻഡർ പൗഡറും ചില്ലിയും പിന്നെ കുറച്ച് ഫിഷ് മസാലയും കുറച്ച് ടേമറിക് പൗഡറും എല്ലാം കൂടി ഇട്ടിട്ട് അത് ആ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം വേണം തക്കാളി ഇടാൻ കേട്ടോ. തക്കാളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ച് ആയതിന് ശേഷം നമുക്ക് കുടംപുളി ഉള്ളവർ കുടംപുളി ഇടാം, അല്ലെങ്കിൽ നോർമൽ പുളിയാണെങ്കിൽ വാളംപുളിയാണെങ്കിൽ അതും ഇടാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇത് ഇട്ടു. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, ഫിഷ് ഇടണം. ഇപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് എരിവ് എങ്ങനെയുണ്ട്, ഉപ്പ് എങ്ങനെയുണ്ട് എന്നെല്ലാം ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ഫിഷെല്ലാം ഇടേണ്ടത് കേട്ടോ. ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം ഫിഷ് പെട്ടെന്ന് വേവുന്നതാണല്ലോ, അതുകൊണ്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് ഇത് താളിപ്പിനുള്ളത് അത് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുകെല്ലാം ഫസ്റ്റ് ഇട്ടതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില മാത്രമായിട്ട് ഒന്ന് താളിക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ ഫിഷ് കറി റെഡി. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റൈല് ഫിഷ് കറി. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഒരു പ്രാവശ്യം. താങ്ക് യു.